ദിസ് ബുക്ക് ഈസ് മൈൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ബുക്ക് എന്ന നൗൺ കടന്നു വരുന്നത് ബിഫോർ ഓൾട്ടർനേറ്റീവ് പൊസസീവ് ആൻഡ് ആഫ്റ്റർ പൊസസീവ്സ്. എക്സാമ്പിൾസ്: ദിസ് ഈസ് മൈ ബുക്ക്, ദിസ് ബുക്ക് ഈസ് മൈൻ. ഇതിൽ അർത്ഥം ശ്രദ്ധിക്കുമ്പോൾ ഏത് വാക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വ്യക്തമാവും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിന്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് വ്യാകരണ ഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവിധ വ്യാകരണ ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർ ക്ലാസ് എന്ന നിലയിലാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് പ്രോനൗൺ ഓൾട്ടർനേറ്റീവ് പൊസസീവ്സ് എന്ന ഒരു ശീർഷകത്തിൽ അഥവാ ഹെഡിങ്ങിലാണ് നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. പ്രോനൗൺസിനെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ എന്തൊക്കെയാണ് പ്രോനൗൺസ്, പ്ലൂറൽ പ്രോനൗൺസ് എന്തൊക്കെയാണ്, സിംഗുലർ പ്രോനൗൺസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പ്രോനൗൺ കേസസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ പ്രോനൗൺ പ്രാക്ടീസ് നമ്പർ 1, പ്രാക്ടീസ് നമ്പർ 2 നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രോനൗൺ ബേസ്ഡ് കോൺവെർസേഷൻ നമ്പർ 1 കിട്ടിയിട്ടുണ്ട്, കോൺവെർസേഷൻ നമ്പർ 2 കിട്ടിയിട്ടുണ്ട്. ഇവയൊക്കെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടുന്നതിനായി കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് എന്ന ഒരു സവിശേഷത മോഡേൺ ഇംഗ്ലീഷിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സ്വായത്തമാക്കുന്ന ഒട്ടനവധി വ്യാകരണ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഘട്ടങ്ങളായിട്ട് വേണം പരിശീലിക്കേണ്ടത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഇംഗ്ലീഷ് ബേസിക്സ് ആണ്, രണ്ടാമത്തെ ഘട്ടത്തിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി ആണ്, മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇംഗ്ലീഷ് ആക്സന്റ്. അതിൽ ഒന്നാമത്തെ ഘട്ടമായ ഇംഗ്ലീഷ് ബേസിക്സിൽ കടന്നു വരുന്ന വിവിധ വ്യാകരണ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഭാഗം എന്ന നിലയിലാണ് പ്രോനൗൺസ് പരിശീലിക്കുന്നത്. ഇന്ന് പ്രോനൗൺ ഓൾട്ടർനേറ്റീവ് പൊസസീവ്സ് ആണ് പഠിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് എന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് പകരമായി ഉപയോഗിക്കുന്ന. പ്രോനൗൺസിന്റെ രണ്ടാമത്തെ രൂപമാണല്ലോ പൊസസീവ് കേസസ്. അപ്പോൾ ഈ പൊസസീവ് കേസസിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ ഓൾട്ടർനേറ്റീവ് പൊസസീവ്സ്. എന്തൊക്കെയാണ് പ്രോനൗൺ ഓൾട്ടർനേറ്റീവ് പൊസസീവ്സ്? മൈ എന്ന പൊസസീവ് കേസിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് മൈൻ, MINE. അവർ എന്നതിൻ്റെ ഓൾട്ടർനേറ്റീവ് പൊസസീവ് ആണ് അവേഴ്സ്. ഈ രീതിയിൽ നമുക്ക് പ്രോനൗൺ പൊസസീവ്സ് ആൻഡ് ഓൾട്ടർനേറ്റീവ് പൊസസീവ്സ് ഒന്ന് തിരിച്ചറിയാം. മൈ, മൈൻ; അവർ, അവേഴ്സ്; യുവർ, യുവേഴ്സ്; their, theirs; his, his; her, hers; its and its. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹിസ് എന്ന പൊസസീവിൻ്റെയും ഇറ്റ്സ് എന്ന പൊസസീവിൻ്റെയും ഓൾട്ടർനേറ്റീവ് പൊസസീവ്സും സെയിം ആണ്. ഹിസ്, ഹിസ്; ഇറ്റ്സ്, ഇറ്റ്സ്. അപ്പൊ ഇവ പ്രയോഗത്തിൽ വരുമ്പോൾ എന്ത് മാറ്റമാണ്, വ്യത്യാസമാണ് ഉണ്ടാവുന്നത് എന്ന് വ്യക്തമാക്കി തരുന്നതാണ്. ഇനി ഈ ഓൾട്ടർനേറ്റീവ് പൊസസീവ്സും ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്താലേ അവ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ സന്ദർഭത്തിനനുസരിച്ച് ഓറൽ ഇൻഫോർമൽ ഇംഗ്ലീഷിലും റിട്ടൺ ഫോർമൽ ഇംഗ്ലീഷിലും ഉപയോഗിക്കുക എന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. അവയുടെ എക്സാമ്പിൾ സെന്റൻസസ് പരിശീലിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ യൂസസ് ഓർ യൂസിങ് ഇൻ സെന്റൻസസ് പരിശീലിക്കുന്നതിന് മുമ്പേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവ ഉപയോഗിച്ച് സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ ആ സെന്റൻസുകളിൽ കടന്നു വരുന്ന നൗൺസ് അഥവാ നാമങ്ങൾ
ഏത് പൊസിഷനിലാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് അവ എളുപ്പമാവുക. സാധാരണ നമ്മൾ പറയുക നൗൺ ആഫ്റ്റർ പൊസസീവ്സ് ആൻഡ് നൗൺ ബിഫോർ ഓൾട്ടർനേറ്റീവ്സ് എന്നാണ്. എങ്ങനെ അവ എക്സാമ്പിൾസ് കൊണ്ട് വ്യക്തമാക്കി തരാം. നൗൺ ആഫ്റ്റർ പൊസസീവ്സ്. ഫോർ എക്സാമ്പിൾ, മൈ ബുക്ക്. ഹിയർ ബുക്ക് ഈസ് എ നൗൺ. മൈ ഈസ് ദ പൊസസീവ് കേസ് ഓഫ് ദ പേഴ്സണൽ പ്രോനൗൺ ഐ. ഇനി മൈൻ എന്ന ഓൾട്ടർനേറ്റീവ് പൊസസീവ് ഉപയോഗിക്കുമ്പോൾ ബുക്ക് എന്ന നൗൺ ഏത് പൊസിഷനിൽ വരുന്നു എന്ന് നോക്കാം. ദിസ് ബുക്ക് ഈസ് മൈൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ബുക്ക് എന്ന നൗൺ കടന്നു വരുന്നത് ബിഫോർ ഓൾട്ടർനേറ്റീവ് പൊസസീവ് ആൻഡ് ആഫ്റ്റർ പൊസസീവ്സ്. എക്സാമ്പിൾസ് വൺസ് അഗൈൻ. ദിസ് ഈസ് മൈ ബുക്ക്. ദിസ് ബുക്ക് ഈസ് മൈൻ. ഇതിൽ അർത്ഥം ശ്രദ്ധിക്കുമ്പോൾ ഏത് വാക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വ്യക്തമാവും. പൊസസീവ് കേസ് ഉപയോഗിക്കുമ്പോൾ ഓണർഷിപ്പിനാണ് പ്രാധാന്യം. എന്നാൽ ഓൾട്ടർനേറ്റീവ് കേസും ഓൾട്ടർനേറ്റീവ് പൊസസീവ് ഉപയോഗിക്കുമ്പോൾ നൗണിനാണ് പ്രാധാന്യം. മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അത് വ്യക്തമാവും. ദിസ് ഈസ് മൈ ബുക്ക്. ഇത് എൻ്റെ പുസ്തകമാണ്. എൻ്റെ. ഹൂസ് ബുക്ക് ഈസ് ദിസ്? ദിസ് ഈസ് മൈ ബുക്ക്. എൻ്റെ എന്ന ഓണർഷിപ്പിനാണ് പ്രാധാന്യം. എന്നാൽ ദിസ് ബുക്ക് ഈസ് മൈ എന്ന് വരുമ്പോൾ ദിസ് ബുക്ക്, ബുക്ക് എന്ന നൗണിനാണ് പ്രാധാന്യം. ഈ പുസ്തകം എൻ്റേതാണ്. രണ്ട് വാചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് പൊസസീവ് കേസസും ഓൾട്ടർനേറ്റീവ് പൊസസീവ്സും വാചകങ്ങളിൽ പ്രയോഗിച്ച് പരിശീലിച്ച് നോക്കാം. മൈ ആൻഡ് മൈൻ. ദിസ് ഈസ് മൈ ബുക്ക്. ഇത് എൻ്റെ പുസ്തകമാണ്. ദിസ് ബുക്ക് ഈസ് മൈൻ. ഈ പുസ്തകം എൻ്റേതാണ്. ദിസ് ഈസ് അവർ ബുക്ക്. ഇത് നമ്മുടെ പുസ്തകമാണ്. ദിസ് ബുക്ക് ഈസ് അവേഴ്സ്. ഈ പുസ്തകം നമ്മുടേതാണ്. ഈ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഈ വിധത്തിലാണ് നിങ്ങൾ അവയ്ക്ക് അർത്ഥം നൽകേണ്ടത്. മറ്റ് പ്രോനൗൺ പൊസസീവ്സും ഓൾട്ടർനേറ്റീവ് പൊസസീവ്സും ഇതേ വാചകം ഉപയോഗിച്ച് എങ്ങനെ പറയാമെന്ന് നോക്കാം. നെക്സ്റ്റ് പൊസസീവ് ഈസ് യുവർ. ഓൾട്ടർനേറ്റീവ് ഈസ് yours. This is your book. This book is yours. This is their book. This book is theirs. This is his book. This book is his. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദിസ് ബുക്ക് ഈസ് ഹിസ് എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിൽ ഉണ്ടോ എന്ന് സ്വാഭാവികമായൊരു സംശയം വരാം. പ്രയോഗം റെയർ ആവാം, പക്ഷെ സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. ദിസ് ഈസ് ഹിസ് ബുക്ക് എന്ന സെന്റൻസും ദിസ് ബുക്ക് ഈസ് ഹിസ് എന്ന സെന്റൻസും ആക്ച്വലി ഗിവ് സെയിം മീനിങ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ബോത്ത് ആർ ഗിവിങ് ദ സെയിം മീനിങ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിച്ച് വേർഡ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ഇൻ ദീസ് സെന്റൻസസ്. ഇൻ ദ ഫസ്റ്റ് സെന്റൻസ്, ദിസ് ഈസ് ഹിസ് ബുക്ക്. ഹിയർ ഓണർഷിപ്പ് ഈസ് given importance, his book. But in the second sentence, this book is his. Here, the noun book is given importance. Next word is her, then alternative possessive hers. How can we use her and hers in sentences? This is
her book. This book is hers. This is its book. This book is its. ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് തന്നെ പ്രോനൗൺ പൊസസീവ് കേസും ഓൾട്ടർനേറ്റീവ് പൊസസീവ്സും വ്യക്തമാക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നന്നായി പരിശീലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇവ പൂർണ്ണമായും സ്വന്തമാവുക. ഇനി മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമറിൽ, പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ ഡബിൾ പൊസസീവ് കൺസ്ട്രക്ഷൻ എന്നൊരു പ്രയോഗമുണ്ട്. അഡ്വാൻസ്ഡ് ക്ലാസ്സുകളിൽ നിന്നാണ് വിശദമായിട്ട് അവ കിട്ടുക എങ്കിലും അവ എന്താണെന്നൊരു സൂചന ഞാനിപ്പോൾ നൽകുകയാണ്. ദ കൺസ്ട്രക്ഷൻ വിത്ത് ഡബിൾ പൊസസീവ്സ്, അതായത് ഓഫ് എന്ന പ്രൊപ്പസിഷൻ പൊസസീവ് ഇൻഡെ ഉഡെ എന്ന അർത്ഥം കിട്ടുന്ന പൊസസീവിനെ കാണിക്കുന്നു. അപ്പോസ്ട്രോഫി എസ് ഇൻഡെ ഉഡെ എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടി പ്രയോഗിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെന്റൻസ് ഡബിൾ പൊസസീവ് ആണെന്ന് പറയാം. ദിസ് ബുക്ക് ഈസ് ഓഫ് ഷേക്സ്പിയേഴ്സ്. ദിസ് ബുക്ക് ഈസ് ഓഫ് ഷേക്സ്പിയേഴ്സ്. അവിടെ ഓഫ് എന്നും വന്നു, ഷേക്സ്പിയർ എന്ന നൗണിന് അപ്പോസ്ട്രോഫീസും വന്നു. ഇനി അവിടെ ഓൾട്ടർനേറ്റീവ് പൊസസീവ് ഉപയോഗിച്ച് നമുക്കൊരു സെന്റൻസ് പറയണമെങ്കിലോ എങ്ങനെ പറയാൻ പറ്റും? എൻ്റെ പുസ്തകം എന്ന അർത്ഥത്തിൽ വരികയാണെങ്കിൽ ദിസ് ബുക്ക് ഈസ് ഓഫ് മൈൻ. ദിസ് ബുക്ക് ഈസ് ഓഫ് ഹിസ്. ദിസ് ബുക്ക് ഈസ് ഓഫ് ഹേഴ്സ്. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ! പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെയൊക്കെ നമുക്ക് വൈവിധ്യതയോടുകൂടി സെന്റൻസുകൾ ഉണ്ടാക്കി പ്രയോഗിക്കാം എന്ന് വരുമ്പോഴാണ് നിങ്ങളുടെ ലാംഗ്വേജ് യഥാർത്ഥത്തിൽ ഇംപ്രൂവ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി ആണ് പ്രതീക്ഷിക്കുന്നത്. ബെറ്റർ പ്രോസ്പെക്റ്റ് ഈസ് എക്സ്പെക്റ്റഡ്. യെസ്, വി ഓൾവേസ് എക്സ്പെക്റ്റ് ബെറ്റർ പ്രോസ്പെക്ട്സ്, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് ഇന്ന് നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്ന പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസിൻ്റെ തുടർച്ച ഇവിടെ അവസാനിക്കുകയാണ്. സാധാരണ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഈ ക്ലാസ്സിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ ഇനിയും ലഭിക്കാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് വേണ്ടി ഒരു ട്രൂ ട്രാക്ക് സ്വന്തമായി നിർമ്മിച്ചെടുക്കുക. സോ we will meet in the next class. I wish you all the best. Practice well, dear friends. Thank you. Bye and good night.